ഓക്കെ, നമുക്ക് അടുത്ത പഠിക്കേണ്ട ചാപ്റ്റർ, നമുക്ക് റിവൈസ് ചെയ്യേണ്ട ചാപ്റ്ററിന്റെ പേരാണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് അടുത്തത് റിവൈസ് ചെയ്യേണ്ട ചാപ്റ്ററിന്റെ പേര്. കൊമേഴ്സ് സ്ട്രീമിന് വേണ്ടി അക്കൗണ്ടിങ്ങിന്റെ റിവിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു സംഭവം നടക്കുന്ന പറഞ്ഞാൽ വി ആർ റെക്കൺസിലിംഗ് സംതിങ്. നമ്മൾ എന്താണ് വി ആർ റെക്കൺസിലിംഗ് സംതിങ് എന്ന് പറഞ്ഞാൽ രണ്ടിടത്ത് വന്ന ഡിഫറൻസസിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. മീൻസ് ക്യാഷ് ബുക്കിലെയും ബാങ്ക് ബുക്കിലെയും ഡിഫറൻസസിനെ ഇല്ലാതാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വിളിക്കുന്ന പേരാണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് സിംപ്ലി പറയാം. ഇവിടെ നമ്മൾ ബാങ്കിന്റെ എമൗണ്ട്സ് കമ്പയർ ചെയ്യും. എന്ത് കമ്പയർ ചെയ്യൂടെ? ബാങ്കിന്റെ എമൗണ്ട്സ് നമ്മൾ കമ്പയർ ചെയ്യും. ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിൽ വന്ന എമൗണ്ടും ബാങ്ക് ബുക്കിലെ ബാങ്കിന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളവും നമ്മളെ പാസ്ബുക്കിലെ ബാലൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ബാങ്കിന്റെ ബുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്ബുക്ക്. ബാങ്കിന്റെ ബുക്കിനെ വിളിക്കുന്ന പേര് എന്തിനാണെന്ന് ചോദിക്കുന്ന നമ്മൾ തിരുവനന്തപുരംകാരുടെ എന്താണ്? നമ്മളെ ശൈലിയാണ്. ഓക്കെ, എന്താണ് പാസ്ബുക്കും ഈ പറയുന്ന നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? ക്യാഷ് ബുക്കിലുമാണ്. ഒരു ട്രാൻസാക്ഷൻ നടന്നു. ആ ട്രാൻസാക്ഷൻ ഇങ്ങനെയാണ്: പെയ്ഡ് സാലറി ത്രൂ ബാങ്ക് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നടന്നു. ഈ ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടന്നു. അപ്പൊ നമ്മൾ ഉടനെ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിൽ, ഇതാണ് ബാങ്ക് കോളത്തിൽ എന്തെന്ന് എഴുതി വെക്കും? സാലറി. എത്ര രൂപ സാലറി? 2000 രൂപയെങ്കിൽ 2000 രൂപ സാലറി പോയെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെക്കും. ബാങ്കിന്റെ ബുക്കില് മീൻസ് പാസ്ബുക്കില് ഇതെന്ത് ചെയ്യും? പാസ്ബുക്കിന്റെ വിഡ്രോവൽ കോളത്തിൽ എന്തെന്ന് പറഞ്ഞ് കാണും? സാലറി 2000 രൂപയെന്ന് പറഞ്ഞ് കാണും. പാസ്ബുക്കിന്റെ വിഡ്രോവൽ കോളത്തിൽ എന്ന് വെച്ചാൽ പാസ്ബുക്കിന്റെ ഡെബിറ്റ് കോളത്തിൽ എന്ത് കാണും? ഈ പറയുന്ന വിഡ്രോവൽ 2000 രൂപ എന്ന് പറഞ്ഞ് കാണും. വിഡ്രോവൽ കോളത്തിൽ കാണും. അങ്ങനെ വിഡ്രോവൽ കോളത്തിൽ വരുമ്പം ഈ പറയുന്ന ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും ടാലി ആയി. മീൻസ് എന്താണോ ട്രാൻസാക്ഷൻ നടന്നു, ആ ട്രാൻസാക്ഷൻ എഫക്ട് പാസ്ബുക്കിലും വന്നു, നമ്മളെ കയ്യിരിക്കുന്ന ക്യാഷ് ബുക്കിലും വന്നു. പാസ്ബുക്ക് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ബാങ്കിന്റെ കൈവശമാണ് പാസ്ബുക്ക് ഇരിക്കുന്നത്. ക്യാഷ് ബുക്ക് ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസാക്ഷൻ നടന്നു. പെയ്ഡ് സാലറി ത്രൂ ബാങ്ക് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ നടന്നു. ക്യാഷ് ബുക്കിലും അതിന്റെ എഫക്ട് വന്നു, പാസ്ബുക്കിലും അതിന്റെ എഫക്ട് വന്നു. ഓക്കെയാണ്. ബട്ട് ഇൻ സർട്ടൻ കേസസ്, ചില കേസുകളിൽ രണ്ടിടത്തും എഫക്ട് വരാതെ പോകും. ഇൻ ദാറ്റ് കേസ് വി നീഡ് ബാങ്ക് റെക്കൺസിലേഷൻ. ആ പറഞ്ഞ സമയം നമുക്ക് എന്ത് വേണ്ടി വരും? ബാങ്ക് റെക്കൺസിലേഷൻ വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, പെയ്ഡ് സാലറി ത്രൂ ബാങ്ക് വഴി മീൻസ് ചെക്ക് വഴി എന്ത് ചെയ്തു? സാലറി പേ ഔട്ട് ചെയ്തു. മേ ബി GPay ഫോൺ പേ വഴി സാലറി പേ ഔട്ട് ചെയ്തു. ഓക്കെ, എന്ത് സംഭവിച്ചു? ബാങ്കിൽ നിന്ന് പൈസ പോയി. അത് എന്താണ്? ഈ പറയുന്ന സാലറി എന്ന് പറയുന്ന എമൗണ്ടിന് അഗെയിൻസ്റ്റ് പേയ്മെന്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ബാങ്കിൽ നിന്ന് പൈസ പോയി, പാസ്ബുക്ക് കുറഞ്ഞു. പക്ഷെ നമ്മൾ ഈ കാര്യം നോട്ട് ചെയ്തില്ല. നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിൽ ഈ പറഞ്ഞ സാലറി ഇത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയാൽ അവിടെ എന്ത് സംഭവിക്കും? there will be a disparity between the cash book and passbook. ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ എന്ത് കാണിക്കും? ഡിസ്പാരിറ്റി കാണിക്കും. ആൻഡ് ദാറ്റ് ഡിസ്പാരിറ്റി പോയിന്റ്സ് ടു ബാങ്ക് റെക്കൺസിലേഷൻ. അത് എന്തിലേക്ക് നയിക്കും? ബാങ്ക് റെക്കൺസിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നയിക്കും.
ഓക്കെ. അപ്പൊ ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും തമ്മിൽ നമ്മൾ ഇയർ എൻഡിൽ കമ്പയർ ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ഡിഫറൻസ് ഓഫ് ₹2000 വിച്ച് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് എന്ന് നമുക്ക് മനസ്സിലായി. ഈ പറഞ്ഞ 2000 രൂപയുടെ എൻട്രി നമുക്ക് ഇല്ലാതാക്കണം. എന്നുവെച്ചാൽ 2000 രൂപ വ്യത്യസ്തം നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ 2000 രൂപ എഴുതി വെക്കണം. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയില്ലേ? എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബാങ്കും ക്യാഷും തുല്യമാവും. ബാങ്കും ക്യാഷും എന്താവും? തുല്യം. ബാങ്ക് മീൻസ് ഉദ്ദേശം എന്താണ്? പാസ്ബുക്കും ക്യാഷ് ബുക്കും എന്താവും? തുല്യമാവും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ബാങ്ക് റെക്കൺസ് സംഭവിച്ചു. അതുവഴി എന്തായി? ക്യാഷ് ബുക്കും പാസ്ബുക്കും എന്തായി? തുല്യമായിട്ട് മാറി. ഈ പറയുന്ന കോൺസെപ്റ്റ് ഇപ്പൊ പറയുന്ന ഈ കോൺസെപ്റ്റ് ആണ് ഈ പറയുന്ന ചാപ്റ്ററിൽ ഉടനീളം പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ ആണ്. ഈ പറയുന്ന ഇത് ഒരു കേസാണ്. ഞാൻ പറഞ്ഞ പെയ്ഡ് സാലറി ത്രൂ ബാങ്ക് ഒരു കേസാണ്. ആ കേസിൽ ഡിസ്പാരിറ്റി വന്നത് ക്യാഷ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി ഡിസ്പാരിറ്റി വന്നു. But there are some cases where ഈ പറയുന്ന ഡിസ്പാരിറ്റി ബിറ്റ്വീൻ പാസ്ബുക്ക് ക്യാഷ് ബുക്ക് എപ്പോഴും സംഭവിക്കും. സാധാരണ ബിസിനസിന്റെ കേസ് എടുത്താൽ എപ്പോഴും സംഭവിക്കുന്ന കുറച്ച് ഡിസ്പാരിറ്റീസ് ഉണ്ട്. അതാണ് ഈ പറയുന്ന കാര്യത്തിൽ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ചെക്ക് ഇഷ്യൂഡ് ബൈ ദ ട്രേഡർ ബട്ട് നോട്ട് ഇഷ്യൂഡ് ഫോർ പേയ്മെന്റ്. ഈ പറഞ്ഞ പോയിന്റ് ഞാൻ ഓരോ പോയിന്റും പറയുമ്പോൾ അതിന്റെ എഫക്റ്റും കാര്യങ്ങളും പറഞ്ഞാണ് പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ. ചെക്ക് ഇഷ്യൂഡ് ബൈ ദ ട്രേഡർ ബട്ട് നോട്ട് ഇഷ്യൂഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു ആര്? ട്രേഡർ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ചെക്ക് ഇഷ്യൂ ചെയ്തു. ഒരു എ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തു. ബട്ട് ദാറ്റ് പേഴ്സൺ എ ഈസ് നോട്ട് ഇഷ്യൂഡ് ദാറ്റ് ചെക്ക് ഫോർ പേയ്മെന്റ്. പേയ്മെന്റ് വേണ്ടി എന്ത് ചെയ്തില്ല? ബാങ്കിൽ കൊണ്ട് കൊടുത്തില്ല. അപ്പൊ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത് വെക്കോട്ടെ? ഞാൻ എന്ത് ചെയ്യും? എന്റെ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം കുറഞ്ഞു. എത്ര രൂപയാണ് ചെക്കായിട്ട് കൊടുത്തത്? അത്ര എമൗണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ. ബട്ട് നോട്ട് ഇഷ്യൂഡ് ഫോർ പേയ്മെന്റ്. അത് എന്ത് ചെയ്തില്ല? പാസ്ബുക്കിൽ നിന്ന് ആ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്തിട്ടില്ല? കുറഞ്ഞിട്ടില്ല. പാസ്ബുക്കിൽ പറഞ്ഞ എമൗണ്ട് കുറഞ്ഞിട്ടില്ല. ബിക്കോസ് എന്താണ്? ദാറ്റ് പേഴ്സൺ ഹാസ് നോട്ട് അപ്രോച്ച് ദ ബാങ്ക്. ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ. അപ്പൊ അവിടെ ഡിഫറൻസ് വന്നു. ഇപ്പൊ 2000 രൂപയുടെ ചെക്ക് ആണെങ്കിൽ ആ പറഞ്ഞ 2000 ഡിഫറൻസ് എവിടെ കാണിക്കും? ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ കാണിക്കും. ഇതെനിക്ക് ഇല്ലാതാക്കണം. വാട്ട് വിൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? ഈ പറയുന്ന 2000 രൂപ എന്ത് ചെയ്യും? ഇപ്പം ഈ പറയുന്ന ഇവിടെ സംഭവിച്ചെന്താണ്? ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഞാൻ 2000 രൂപ എഴുതി. എന്തെന്ന് പറഞ്ഞ് ഈ പറയുന്ന ചെക്ക് ഇഷ്യൂഡ് ബൈ ദ ട്രേഡർ. ഒരു ട്രേഡറിന് ചെക്ക് കൊടുത്തെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അപ്പം ക്യാഷ് ബുക്ക് എന്ത് ചെയ്തു? 2000 രൂപ കുറഞ്ഞു. ഈ പാസ്ബുക്കിൽ ഈ പറയുന്ന പേയ്മെന്റ് യാതൊരു എഫക്റ്റും വരാത്തത് കൊണ്ട് തന്നെ ഇനി ഈ പറയുന്ന എഫക്ട് സീറോ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ 2000 രൂപ എന്ത് ചെയ്യണം? ഞാൻ കൂട്ടി കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാവും. മീൻസ് എന്താവും? എഫക്ട് വിൽ ബി നിൽ. ബാങ്ക് റെക്കൺസിലേഷൻ ഉദ്ദേശവും തന്നെയാണ്. ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള വ്യത്യാസം സീറോ ആയിരിക്കണം, നില്ലായിരിക്കണം, നള്ളിഫൈ ചെയ്ത് പോണം. ഓക്കെ. നെക്സ്റ്റ് കേസ് എടുത്താലും ചെക്ക് പെയ്ഡ് ഇൻ ഫോർ കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ്. നമുക്കൊരാൾ ഒരു ചെക്ക് തന്നടേ. നമുക്ക് എ എന്ന് പറയുന്ന ആള് ഒരു 2000 രൂപയുടെ ചെക്ക് തന്നു. ആ ചെക്ക് നമുക്ക് തന്നപ്പോഴേ നമ്മൾ എഴുതി വെച്ചു നമ്മളെ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യും? കൂടും. ക്യാഷ് വരുമ്പോൾ കൂടും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന പാസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന ബാങ്ക് എന്ത് ചെയ്തില്ല? പറഞ്ഞ ചെക്ക് കളക്ഷൻ അയച്ചില്ല. മീൻസ് എന്ത് ചെയ്തില്ല? എന്റെ അക്കൗണ്ടിൽ കളക്ഷൻ അയച്ച എന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്തില്ല? പറഞ്ഞ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തില്ല. അങ്ങനെ ക്രെഡിറ്റ് ചെയ്യാത്ത പക്ഷം എന്ത് സംഭവിക്കൂടെ? എന്റെ ക്യാഷ് ബുക്കിലെ ബാങ്ക് എമൗണ്ട് കോളം പാസ്ബുക്കിലെ ബാങ്ക് എന്ത് ചെയ്യും? ഡിസ്പാരിറ്റി കാണിക്കും ഓഫ് ദാറ്റ് എമൗണ്ട്. സേ ദാറ്റ് എമൗണ്ട് ബി 2000 or 3000 എന്ന് കരുതിയോ? ഓക്കെ, 3000 rupees ഡിസ്പാരിറ്റി കാണിക്കും. ആ ഡിസ്പാരിറ്റി ഇല്ലാതാക്കണം. വാട്ട് വിൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യും?
ഞാൻ ആ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യടേ ഒന്ന് ക്രെഡിറ്റ് ചെയ്യും, ക്യാഷ് ബുക്കിലും ക്രെഡിറ്റ് ചെയ്ത് എന്ത് ചെയ്യും, നള്ളിഫൈ ചെയ്ത് വിടും. ക്യാഷ് ബുക്കിൽ ആ പറഞ്ഞ 3000 എമൗണ്ട് എന്ത് ചെയ്യും, നള്ളിഫൈ ചെയ്ത് വിടും. ഓക്കെ ഓക്കെ. ഇനി ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. നമുക്ക് രണ്ട് രീതിയിലാണ് ബാങ്ക് റെക്കൺസിലേഷന്റെ കണക്കുകൾ ചെയ്യുന്നത്. രണ്ട് രീതിയിൽ. ഒന്ന്, ക്യാഷ് ബുക്കിന്റെ ബാലൻസ് നമുക്കറിയാം. ക്യാഷ് ബുക്കിന്റെ ബാലൻസ് നമുക്കറിയാം. ഈ പറയുന്ന ക്യാഷ് ബുക്കിന്റെ ബാലൻസിലൂടെ കുറെ കാര്യങ്ങൾ കൂട്ടി കുറെ കാര്യങ്ങൾ കുറച്ചാലേ നമുക്ക് പാസ്ബുക്കിന്റെ ബാലൻസ് കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ക്യാഷ് ബുക്കിന്റെ കൂടെ കുറെ കാര്യങ്ങൾ കൂട്ടി കുറെ കാര്യങ്ങൾ കുറച്ച് നള്ളിഫൈ ചെയ്തിട്ട് വേണം പാസ്ബുക്കിന്റെ ഇപ്പോഴത്തെ കറന്റ് ബാലൻസ് എത്തിച്ചേരേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ഫസ്റ്റ് കേസാണ് പറയുന്നത്. ക്യാഷ് ബുക്കിന്റെ ബാലൻസ് എത്ര രൂപയാണ്? ക്യാഷ് ബുക്കിന്റെ ബാലൻസ് -2000 മൈനസ് ആണ് കിടക്കുന്നത്. പാസ്ബുക്കിന്റെ ബാലൻസ് 0 ആണ് കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിൽ നിന്ന് എനിക്ക് ഈ പറഞ്ഞ പാസ്ബുക്കിന്റെ 0 ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്യും? ഒരു 2000 രൂപ ഞാൻ എന്ത് ചെയ്യും? കൂട്ടി കൊടുക്കും. ഞാൻ 2000 കൂട്ടിയല്ലേ ചെയ്തത്, ഇവിടെ ഡെബിറ്റ് ചെയ്തില്ലേ? 2000 ഞാൻ എന്ത് ചെയ്യും? കൂട്ടി കൊടുക്കും, ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്താൻ we will add some items and we will subtract some items. ഇതുപോലെ തിരിച്ചും വരാം. പാസ്ബുക്കിൽ നിന്ന് നമുക്ക് ക്യാഷ് ബുക്കിൽ എത്താൻ പറ്റും. ക്യാഷ് ബുക്കിൽ എത്താൻ പറ്റും. ഈ പറയുന്ന കേസ് തന്നെ നമുക്ക് നോക്കാം. പാസ്ബുക്കിന്റെ ബാലൻസ് 0 ആണ്. ക്യാഷ് ബുക്കിന്റെ ബാലൻസ് -2000 ആണ്. എന്താണ്? -2000 ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? പാസ്ബുക്കിൽ 2000 രൂപ എന്ത് ചെയ്യണം? കുറയണം. പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? 2000 രൂപ കുറയണം. അങ്ങനെ 2000 രൂപ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ആരോടെ എത്തും? ക്യാഷ് ബുക്കിന്റെ കൂടെ എത്തും. ചുരുക്കി പറഞ്ഞ, നമ്മൾ ഏത് ബുക്കിലോട്ടാണ് നമുക്ക് എത്തേണ്ടത്? ആ പറയുന്ന നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ക്യാഷ് ബുക്കിൽ തുടങ്ങി പാസ്ബുക്കിലോട്ടാണ് എത്തുന്നത്. ക്യാഷ് ബുക്കിൽ തുടങ്ങി പാസ്ബുക്കിലേക്കാണ് നമ്മൾ എത്തുന്നത്. അങ്ങനെ ക്യാഷ് ബുക്കിൽ തുടങ്ങി പാസ്ബുക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും ദ ആൻസർ പാസ്ബുക്കിൽ നമുക്കൊന്നും കളിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, എവിടെ വരുത്തണം? ക്യാഷ് ബുക്കിൽ മാറ്റം വരാതെ നിങ്ങൾ പാസ്ബുക്കിൽ ബാലൻസ് എത്തുക എന്നാണ് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇൻ ഫസ്റ്റ് കേസ് നമുക്ക് എത്തേണ്ടത് പാസ്ബുക്കിന്റെ ബാലൻസ് ആയ 0 എന്ന് പറയുന്ന എമൗണ്ടിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പാസ്ബുക്കിന്റെ എമൗണ്ട് ആയ 0 എന്ന് പറയുന്ന എമൗണ്ടിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? we have taken a change in what? അല്ലെങ്കിൽ we have took a change in what? ക്യാഷ് ബുക്ക്. നമ്മൾ ക്യാഷ് ബുക്കിലാണ് എന്ത് ചെയ്തത്? ഒരു മാറ്റം വരുത്തിയത്. മീൻസ് നമ്മൾ കിട്ടേണ്ടത് എന്താണോ, കിട്ടേണ്ട സാധനത്തിൽ മാറ്റം വരുത്താൻ പറ്റത്തില്ല. നമ്മൾ എന്തിലാണോ തുടങ്ങിയത് അതിൽ മാറ്റം വരുത്തിയാണ് എന്തിരുത്തേണ്ടത്? കിട്ടേണ്ട സാധനത്തിൽ എത്തേണ്ടത്. തിരിച്ച് ചിന്തിച്ചു നോക്കാം. നമുക്ക് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ആയ -2000 ആണ് കിട്ടേണ്ടത്. വാട്ട് വിൽ യു ഡു? നമ്മൾ എന്ത് ചെയ്യും? പാസ്ബുക്കിൽ നിന്ന് 2000 കുറയ്ക്കും. കാരണം നമുക്ക് ക്യാഷ് ബുക്ക് ഇടാൻ പറ്റത്തില്ല. ക്യാഷ് ബുക്കാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആവും. ഓക്കെ, ദെൻ ഇനി കേസ് ഉണ്ട്, ഡയറക്ട് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ ടു ദി ബാങ്ക്. ഒരു കസ്റ്റമർ ബാങ്കിനോട് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്തു. ഞാൻ ഈ പറയുന്ന കേസൊക്കെ ക്യാഷ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാസ്ബുക്കിലേക്ക് എത്തുന്ന കേസാണ് ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ ഫുള്ള് പറയുന്നത്. ക്യാഷ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാസ്ബുക്കിലേക്ക് എത്തുന്ന ഒരു കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കാരണം സാധാരണ രീതിയിൽ ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങി പാസ്ബുക്കിലേക്ക് എത്തുന്ന ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ സാധാരണഗതിയിൽ നമുക്ക് എപ്പോഴും എന്താണ് ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്കാണ് എത്തേണ്ടത്. ഓക്കെ, അങ്ങനെ ചോദിക്കുള്ളൂ മിക്കവാറും ചോദ്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻസിൽ ഈ ഡയറക്ട് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ ടു ദ ബാങ്കിലേക്ക് ഒരു കസ്റ്റമർ ഒരു 5000 രൂപ കൊണ്ട് ഇട്ടു. എന്ത് സംഭവിക്കൂടെ? പാസ്ബുക്കിൽ ഒരു 5000 രൂപ എന്ത് ചെയ്യും? അങ്ങ് കൂടും. ക്യാഷ് ബുക്കില് ആ എഫക്റ്റ് വന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 5000 രൂപ എവിടെ വരും?
ക്യാഷ് ബുക്കിൽ വരും. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ബുക്കിൽ അതിന്റെ കൂട്ടിയത്? പാസ്ബുക്കിൽ ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. വൈ വി ഹാവ് ടു ഗെറ്റ് ദ ആൻസർ പാസ്ബുക്ക്. നമുക്ക് പാസ്ബുക്ക് ആണ് എന്ത് ചെയ്യേണ്ടത്? ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും ദാറ്റ് മാറ്റങ്ങൾ ഹാവ് ടു ബി റിഫ്ലക്റ്റഡ് ഇൻ വാട്ട്? ക്യാഷ് ബുക്ക്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ബാങ്ക് കൂടും. നമ്മൾ അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിലും കൂട്ടി വയ്ക്കും. അങ്ങനത്തെ ഉള്ള കേസുകളാണ് ഈ പറയുന്ന എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന എക്സാമ്പിളിൽ ഈ പറയുന്ന ഇൻസ്റ്റൻസസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഓഫ് വ്യൂ എക്സാം. നിങ്ങൾക്ക് സ്കൂളിൽ ഒരു പക്ഷേ ചിലപ്പോൾ കാണാതെ പഠിച്ച് ബൈ ഹാർട്ട് ചെയ്യാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. വി ഹാവ് ടു അപ്ലൈ ദ ലോജിക്. കൃത്യമായ ലോജിക് അപ്ലൈ ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, കാര്യങ്ങൾ വേറെ ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകും. ഓക്കെ ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യാം. ഒരു ഐഡിയ കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. 2 രീതിയിൽ ചെയ്യണം. ഞാൻ പറഞ്ഞ 2 രീതിയാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ രീതിയാണ് പറഞ്ഞത്? ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങി പാസ്ബുക്കിന്റെ ബാലൻസിലേക്ക് എത്താം. പാസ്ബുക്കിന്റെ ബാലൻസ് തുടങ്ങി ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ എത്താം. ഓക്കെ, നമുക്ക് എത്താം. ഫസ്റ്റ് കേസിൽ ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ തുടങ്ങി പാസ്ബുക്കിന്റെ ബാലൻസിൽ നിന്ന് എത്തുന്ന ഇൻസ്റ്റൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് ആ പറയുന്ന എമൗണ്ട് എത്രയാണോ ആ പറയുന്ന എമൗണ്ട് കൊടുക്കണം ആദ്യമേ. എന്നിട്ട് ഇതിനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ എന്താണ് നമ്മൾ കുറെ എന്ത് ചെയ്യും? നമ്മൾ ലെസ് ചെയ്യണ കാര്യം എന്താണെന്നും നമുക്ക് നോക്കാം. ഓരോരോ കേസ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മളെ 2500 രൂപ ചെക്ക് ഇഷ്യൂ ചെയ്തു. അങ്ങനെ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതി വെക്കും ഇവിടെ? ചെക്ക് ഇഷ്യൂ എന്താണ്? നമ്മളെ കയ്യിൽ നിന്നാണ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അങ്ങനെ ക്യാഷ് ബുക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചു 2500 രൂപ. ബട്ട് ആ പറഞ്ഞ ചെക്ക് നമ്മൾ ആ പറഞ്ഞ വ്യക്തിക്കുള്ള ചെക്ക് അയാൾ ബാങ്ക് കൊണ്ടുപോയിട്ടില്ല. ബാങ്കിൽ കൊണ്ടുപോകാത്ത പക്ഷം പാസ്ബുക്കിന്റെ ബാലൻസിൽ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, പാസ്ബുക്കാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. പാസ്ബുക്കിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന എഫക്റ്റ് നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ക്യാഷ് ബുക്കിലേക്ക് പറയുന്ന എമൗണ്ട് എന്ത് ചെയ്യും? തിരിച്ചു കൂട്ടിക്കൊടുക്കും. ദാറ്റ് മീൻസ് വാട്ട്? വി ഹാവ് ടു ആഡ് ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ് ഫോർ പേയ്മെന്റ്. എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിനോട് തിരിച്ചു കൂടണം. കാരണം എന്താണ്? ബാങ്കിൽ നിന്ന് ആ പറഞ്ഞ പൈസ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചു? ക്യാഷ് ബുക്കിന്റെ എഫക്ട് 0 ആയി, പാസ്ബുക്കിന്റെ എഫക്ട് എന്തായി? 0 ആയി. രണ്ടാമത്തെ ഇൻസ്റ്റൻസ്, ചെക്ക് പെയ്ഡ് ഇൻ കളക്ഷൻ ബട്ട് നോട്ട് ക്ലിയർ. നമ്മള് ബാങ്കിൽ കൊണ്ടൊരു ചെക്ക് ഇട്ടു. നമുക്കൊരു ചെക്ക് കിട്ടി. ആ ചെക്ക് കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലായി നമ്മളെ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യും? കൂടും. ഇറ്റ് വിൽ ഇൻക്രീസ്. നമുക്ക് പാസ്ബുക്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാസ്ബുക്കിൽ നമ്മൾ ഒരു കളി കളിക്കത്തില്ല. ബിക്കോസ് എന്താണ്? പാസ്ബുക്ക് നമുക്ക് കിട്ടേണ്ട ആൻസർ. പാസ്ബുക്കിൽ നമ്മൾ ഒരു കളി കളിക്കത്തില്ല. ഓക്കെ, അപ്പോഴാണ് മനസ്സിലായത് ആ പറഞ്ഞ ചെക്ക് എന്തായി? ക്ലിയർ ആയില്ല. മീൻസ് എന്തായി? ബാങ്കിൽ ആ പറഞ്ഞ എമൗണ്ട് അത്രയും കൂടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ കൂട്ടി വെച്ച എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. മീൻസ് ഇറ്റ് ഹാസ് ടു ബി സബ്ട്രാക്റ്റഡ്. എത്ര രൂപ? 3500 രൂപ. നെക്സ്റ്റ് കേസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക്. ഇതെനിക്കൊന്ന് പറഞ്ഞതാണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക്. എന്ത് സംഭവിക്കും? പാസ്ബുക്കിൽ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞാൽ പാസ്ബുക്ക് കൂടി. ക്യാഷ് ബുക്ക് പാസ്ബുക്കിന് കൂടെ എത്തണം. എന്ത് സംഭവിക്കണം? ക്യാഷ് ബുക്കിലും കൂട്ടി കൊടുക്കണം. അപ്പോൾ അവിടെ എന്തായി? ക്യാഷ് ബുക്കും പാസ്ബുക്കും
ഈക്വൽ ആയി. എഫക്റ്റ് എന്തായി? 0 ആയിട്ട് മാറി. ക്യാഷ് ബുക്ക് മൈനസ് പാസ്ബുക്ക് വിൽ ബി 0. ഓക്കെ, അതാണ് അടുത്ത ആഡ് ചെയ്യേണ്ട ഐറ്റം. എന്ത്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡന്റ് ക്രെഡിറ്റിന് പാസ്ബുക്ക് എത്ര രൂപ? 2000 രൂപ. Then bank charges as per passbook. Bank charges as per passbook. പാസ്ബുക്കിൽ ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് പിടിക്കുന്ന പൈസ, മീൻസ് നമ്മളെ ബാങ്ക് ബാലൻസ് കുറയ്ക്കുന്ന ഒരു സാധനമാണ് ബാങ്ക് ചാർജസ്. അപ്പൊ പാസ്ബുക്കിന്റെ ബാലൻസ് എന്ത് ചെയ്യട്ടെ? ബാങ്ക് ചാർജ് വരുമ്പോ കുറയും. നമ്മളിത് അറിയാം, നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ നിന്ന് കുറയ്ക്കണം. കാരണം പാസ്ബുക്കിൽ ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. പാസ്ബുക്ക് ഈസ് ദ ആൻസർ. പാസ്ബുക്ക് നമുക്ക് കിട്ടേണ്ട ആൻസർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ലെസ് ചെയ്യണം. എന്ത്? ബാങ്ക് ചാർജസ് പെർ പാസ്ബുക്ക് എത്ര രൂപ? 120 രൂപ. Then interest on loan debited by the bank. ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡെബിറ്റ് ചെയ്തു, മീൻസ് എന്ത് ചെയ്തു? കുറച്ചു. ഡെബിറ്റ് മീൻസ് എന്താണ്? നമ്മളെ പാസ്ബുക്കിന്റെ ബാലൻസ് എന്ത് ചെയ്തു? കുറയ്ക്കുന്നു എന്നാണ് മീനിങ്. കുറയ്ക്കുന്നു എന്നാണ് മീനിങ്. അങ്ങനെ കുറച്ചാൽ ക്യാഷ് ബുക്കും കുറയ്ക്കാൻ എന്തേതുള്ളൂ? നിവൃത്തിയുള്ളൂ. കാരണം പാസ്ബുക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാസ്ബുക്കിൽ യാതൊരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. അപ്പൊ അതെന്താണ്? ലെസ്. എത്ര രൂപ? 4000 രൂപ. ഡയറക്റ്റ് പേയ്മെന്റ് ബൈ ദ കസ്റ്റമർ ടു ദ ബാങ്ക്. ബാങ്കിലേക്ക് ഒരാൾ ഡയറക്റ്റ് പൈസ കൊണ്ട് ഇട്ടു. അങ്ങനെ പൈസ കൊണ്ട് ഇട്ടാൽ എന്ത് സംഭവിക്കും? പാസ്ബുക്ക് കൂടും. പാസ്ബുക്കിൽ എന്ത് സംഭവിക്കും? പാസ്ബുക്ക് കൂടും. നമ്മളെ കാര്യം പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിൽ ആ പറയുന്ന 10,000 രൂപ കൂട്ടി വെക്കും, ക്രെഡിറ്റ് ചെയ്ത് വെക്കും. ക്രെഡിറ്റ് മീൻസ് ക്രെഡിറ്റ് അല്ല, ഡെബിറ്റ് ചെയ്ത് വെക്കും. ബാങ്കിന് ഡെബിറ്റ് കോളത്തിൽ എന്ത് ചെയ്യും? കൂട്ടി വെക്കും. പാസ്ബുക്കിൽ കൂട്ടി കണക്ക് ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യും? കൂട്ടി വെക്കും. അപ്പൊ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ട ഐറ്റം എന്താണ്? 10,000. Then check issued but not paid at. ചെക്ക് ഇഷ്യൂ ചെയ്തേ, പക്ഷെ ഇത് എന്ത് ചെയ്തില്ല? പേ ചെയ്തില്ല. ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്തെന്ന് എഴുതി വെക്കും? ഇവിടെ ക്യാഷ് ബുക്കിൽ അത്ര എമൗണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി വെക്കും. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, ക്യാഷ് ബുക്കിൽ അത്ര എമൗണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് വെക്കും? എഴുതി വെക്കും. പാസ്ബുക്കിൽ എന്ത് ചെയ്തെന്നില്ല? അതിന്റെ എഫക്റ്റ് ഒന്നും പാസ്ബുക്കിൽ വന്നില്ല. കാരണം അയാളെ ബാങ്ക് കൊണ്ട് പോയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിനെ പറഞ്ഞ എമൗണ്ട് തിരിച്ചു കൂട്ടി എന്ത് ചെയ്യണം? 0 എഫക്റ്റ് കൊണ്ടുവരണം. ഓക്കെ, എത്ര രൂപ ആഡ് ചെയ്യേണ്ടത്? 2000 രൂപ. Then ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പം എന്ത് സംഭവിക്കും? ബാങ്കിൽ നിന്ന് എടുത്ത് അടയ്ക്കും. നമ്മളെ പാസ്ബുക്കിൽ നിന്ന് എടുത്ത് അടയ്ക്കുന്നത്, നമ്മളെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിൽ എടുത്ത് അടയ്ക്കുന്നത്. എന്ത് കുറയും? ബാങ്ക് ബാലൻസ് കുറയും. പാസ്ബുക്കിന്റെ ബാലൻസ് കുറയും. 1900 രൂപയായിട്ട് കുറയും. നമ്മളിത് അറിയാം. നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിന്റെ ബാങ്ക് ഉള്ളതിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എന്ത്? 1900 രൂപ. അപ്പൊ ഇതെന്താണ്? ലെസ് ചെയ്യേണ്ട ഐറ്റം. എന്താണ്? ലെസ് ചെയ്യേണ്ട ഐറ്റം. Then last one, check issued but failed to record in cash book. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, ബട്ട് അത് റെക്കോർഡ് ചെയ്യാൻ ഫെയിൽ ആയിപ്പോയി, നമ്മൾ വിട്ടുപോയി. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, നമ്മൾ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തില്ല. അങ്ങനെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തില്ല എങ്കിൽ ബാങ്കിൽ നിന്ന് എന്ത് പോയി? പൈസ പോയി. ബാങ്കിൽ നിന്ന് എന്ത് പോയി? പൈസ പോയി. റെക്കോർഡ് ചെയ്തില്ല, ചെക്ക് ഇഷ്യൂ ചെയ്തു, ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തില്ല. അപ്പൊ എന്താണ്? ക്യാഷ് ബുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യണം മീൻസ് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിന്റെ ബാലൻസ് എന്ത് ചെയ്യും? കുറയും. കാരണം നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത ബാങ്കിൽ നിന്ന് പൈസ പോകും. ബാങ്കിൽ നിന്ന് പൈസ പോയാൽ അത്രയും പൈസ എവിടെയും കുറയണം? ക്യാഷിലും കുറയണം. ഓക്കെ, മീൻസ് 2000 രൂപ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ ബാലൻസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതെന്താണ്? ഇതെല്ലാം എന്താണ്? മൈനസ് ആണ്. സബ്ട്രാക്ട് ചെയ്യേണ്ട ഐറ്റം അല്ലേ? എന്നിട്ട് ഓട്ടോ സം കൊടുക്കുമ്പോൾ നമുക്ക് ആസ് പെർ പാസ്ബുക്കിന് ബാലൻസ് കിട്ടും. ബാലൻസ് ആസ് പെർ ഇവിടെ എന്ത് കിട്ടും? ബാലൻസ് ആസ് പെർ
പാസ്ബുക്കിന് ബാലൻസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. പാസ്ബുക്കിന്റെ ബാലൻസ് ഇതാണ്. ഇതിൽ നിന്ന് നമുക്ക് തിരിച്ച് ഈ പറയുന്ന 10,000 ക്യാഷ് ബുക്കിന്റെ ബാലൻസിലേക്ക് നമുക്ക് എത്തിയാലോ? ക്യാഷ് ബുക്കിന്റെ ബാലൻസിലേക്ക് നമുക്ക് എത്തിയാലോ? എത്താം. നമുക്ക് തിരിച്ചു പോവാം. ഇനി കഥ മൊത്തം ഇനി നമ്മൾ പറഞ്ഞ കഥ നമ്മൾ കഥകൾ തിരിച്ചു പറയണം. നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു പറയണം. തിരിച്ചു പറയുന്നതിന് മുന്നേ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളയണം. എന്താണ് നല്ലത്? ഇതിനടുത്ത് ഫൈനൽ അക്കൗണ്ട്സ് ചാപ്റ്ററും കൂടെ പഠിക്കുമ്പോഴേ എന്റെ ടോപ്പിക്സ് കവർ ആവത്തുള്ളൂ. ഓക്കെ, അത് വിഷയമല്ല. ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് എത്തേണ്ടത്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാഷ് ബുക്കിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ പറ്റത്തില്ല. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പാസ്ബുക്കിൽ വരുത്തിക്കൊള്ളണം. ഓക്കെ, ഓരോ ഇൻസ്റ്റൻസ് ഇവിടെ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്യാം. അതാണ് കുറച്ചുകൂടി എളുപ്പം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. അങ്ങനെ ചെക്ക് ഇഷ്യൂ എന്ത് സംഭവിക്കും? ക്യാഷ് ബുക്കിന്റെ ബാലൻസ് എന്ത് ചെയ്യടേ? കുറയും. ചെക്ക് ഇഷ്യൂ സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ യാതൊരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. എന്തെങ്കിലും മാറ്റം വരുന്ന പാസ്ബുക്ക് ക്യാഷ് ബുക്കോട്ട് എഗ്രി ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാസ്ബുക്കിൽ മാറ്റം വരുത്താം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പാസ്ബുക്ക് അപ്പുറം 2,000 എമൗണ്ട് വെച്ചും കുറച്ചു കൊടുക്കും. മീൻസ് എന്താണ്? ഒന്നാമത്തെ ഇൻസ്റ്റൻസ് എന്തുള്ളതാണ്? ലെസ് ഉള്ളതാണ്. രണ്ടാമത്തെ ഇൻസ്റ്റൻസ് ചെക്ക് പെയ്ഡ് ഇൻ കളക്ഷൻ ബട്ട് നോട്ട് ക്ലിയർ. നമുക്കൊരു ചെക്ക് കിട്ടി. നമ്മളത് എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടിട്ടു. അപ്പൊ നമ്മളെ ക്യാഷ് ബുക്ക് കൂടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചു. ബട്ട് അത് കളക്ട് ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കായിട്ട് പാസ്ബുക്ക് എഗ്രി ചെയ്യണം. എന്ത് ചെയ്യണം? കൂട്ടിക്കൊടുക്കണം, ആഡ് ചെയ്യണം. തേർഡ് സിറ്റുവേഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ഇൻ ബാങ്ക്. അപ്പൊ എന്ത് സംഭവിച്ചറിയ? ബാങ്ക് ബാലൻസ് കൂടി. നമുക്ക് ക്യാഷ് ബുക്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാരണം ക്യാഷ് ബുക്കാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിന്റെ കൂടെ പാസ്ബുക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ 2,000 രൂപ എന്ത് ചെയ്യും? കുറയ്ക്കും. നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. മീൻസ് ഇറ്റ് ഈസ് ടു ബി സബ്ട്രാക്റ്റഡ്. അടുത്ത കേസ്, ബാങ്ക് ചാർജസ്. സംഭവിക്കും? ബാങ്കിന്റെ ബാലൻസ് എന്ത് ചെയ്യും? കുറയും. ക്യാഷ് ബുക്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്യാഷ് ബുക്കിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ നമ്മൾ പാസ്ബുക്കിനോട് പറഞ്ഞ ബാലൻസ് തിരിച്ച് കൂട്ടിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ തിരിച്ചെത്തിക്കുക. അപ്പൊ ഇവിടെ 0 ആയി. പാസ്ബുക്കിന്റെ ബാലൻസ് എന്തായി? നള്ളിഫൈ ആയി. ക്യാഷ് ബുക്കിൽ എത്തി. ഇവിടെ നള്ളിഫൈ ആയി. ക്യാഷ് ബാങ്കും തുല്യമായിരിക്കണം. അതാണ് ബാങ്ക് റെക്കൺസിലേഷൻ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡെബിറ്റഡ് ബൈ ദ ബാങ്ക്. അപ്പൊ എന്ത് സംഭവിക്കും? പാസ്ബുക്ക് കുറയും. ക്യാഷ് ബുക്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാസ്ബുക്കിന് തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഇതെന്ത് ചെയ്യണോടെ? ആഡ് ചെയ്യേണ്ട കേസ്. അടുത്ത കേസ്, ഡയറക്റ്റ് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ ടു ദ ബാങ്ക്. ബാങ്കിലേക്ക് ഒരാൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് ആയിട്ട് പൈസ കൊണ്ടിട്ടു. ബാങ്ക് ബാലൻസ് കൂടി. ക്യാഷ് ബുക്കിൽ യാതൊരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യോടെ? ലെസ് ചെയ്യും. ദെൻ
ചെക്ക് ഇഷ്യൂഡ് എബൌട്ട് നോട്ട് പെയ്ഡ് അറ്റ്. ചെക്ക് എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. ബട്ട് എന്ത് ചെയ്തില്ല? ബാങ്കിനോട് ചെക്ക് ഇഷ്യൂ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്ക് കുറഞ്ഞെന്നോട് എഴുതി വയ്ക്കും. പാസ്ബുക്ക് നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കേണ്ട നിവൃത്തിയുള്ളൂ. കാരണം എന്താണ്? ബാങ്ക് ബുക്കും ക്യാഷ് ബുക്കും എന്ത് ചെയ്യണം? തുല്യം ആവണ്ടേ? ആവണം. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? കാരണം ഈ പറയുന്ന ഇൻസ്റ്റൻസ് ഇങ്ങനെ മനസ്സിലാക്കണം. ക്യാഷ് ബുക്കിൽ നിന്നാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നതെങ്കിൽ നമ്മൾ പാസ്ബുക്കിൽ എത്തണം. ആ പറയുന്ന കിട്ടേണ്ട ഉത്തരമായ പാസ്ബുക്കിന് യാതൊരുവിധ ചേഞ്ചസും വരുത്താതെ ക്യാഷ് ബുക്കിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി ക്യാഷ് ബുക്കിന്റെയും പാസ്ബുക്കിന്റെയും ബാലൻസസിന്റെ ഡിഫറൻസ് നള്ളിഫൈ ചെയ്ത് പോകണം, 0 ആയിട്ട് മാറണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. മീൻസ് ക്യാഷ് ബുക്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. തിരിച്ചാണെങ്കിൽ പാസ്ബുക്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഓക്കെ, അടുത്ത കേസ്. ക്യാഷ് ബുക്ക് ഉണ്ട്, പാസ്ബുക്ക് ഉണ്ട്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് എന്ത് ചെയ്തറേ? ഇൻഷുറൻസ് പ്രീമിയം അടച്ചു. പാസ്ബുക്കിൽ എന്ത് ചെയ്യും? അത്രയും എമൗണ്ട് കുറയും. ക്യാഷ് ബുക്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? നോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പാസ്ബുക്കിൽ അപ്പുറം എമൗണ്ട് തിരിച്ച് കൂട്ടും, ആഡ് ബാക്ക് ചെയ്യും. We have to add back that amount. Last case, check issued but failed to record in cash book. അപ്പൊ നമ്മൾ എന്ത് ചെയ്തില്ല? ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തില്ല. മീൻസ് എന്ത് ചെയ്തു? ബാങ്കിൽ നിന്ന് പൈസ പോയി. ഈ പറഞ്ഞ 2000 രൂപയുടെ എഫക്ട് 0 ആവണമെങ്കിൽ ഈ പറഞ്ഞ ബാങ്ക് ബാലൻസിന്റെ പറഞ്ഞ എമൗണ്ട് കൂട്ടിയാലേ മതി. 2000 ഹാസ് ടു ബി ആഡ്. 2000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഈ പറഞ്ഞ ലെസ് ചെയ്യേണ്ടേ ആഡ് ചെയ്യേണ്ട എന്തൊക്കെയാണ്? ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ലെസ് ചെയ്യണം. ഇവിടെ ലെസ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നത്? ഈ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് തന്നെയാണോ ആഡ് ചെയ്യാനായിട്ട് വന്നേ? നമുക്ക് നോക്കാം. ഈ ലെസ് ചെയ്യാൻ വന്ന ഐറ്റംസ് തന്നെ ആയിരിക്കും ആഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവുക. ചെക്ക് പെയ്ഡ് ഇൻ കളക്ഷൻ ബട്ട് നോട്ട് ക്ലിയർഡ്. അത് ആഡ് ചെയ്യാനുള്ളതാണോ? ആഡ് ചെയ്യാനുള്ളതാണ്, കറക്റ്റ് ആണ്. ബാങ്ക് ചാർജ് ആസ് പെർ പാസ്ബുക്ക് 120 കേസ് ആഡ് ചെയ്യാനുള്ള കേസാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡെബിറ്റഡ് ബൈ ദ ബാങ്ക് 4000 ആഡ് ചെയ്യേണ്ട കേസാണ്. ദെൻ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് ആഡ് ചെയ്യേണ്ട കേസാണോ? 1900. യെസ്, ആഡ് ചെയ്യേണ്ട കേസാണ്. ദെൻ ചെക്ക് ഇഷ്യൂഡ് ബട്ട് ഫെയിൽ ടു റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക് 2000 രൂപ ആഡ് ചെയ്യേണ്ട കേസാണോ? യെസ്, ആഡ് ചെയ്യേണ്ട കേസാണ്. അപ്പൊ ബാക്കിയെല്ലാം എന്താണ്? സബ്ട്രാക്ട് ചെയ്യേണ്ട കേസാണ്, ലെസ് ചെയ്യേണ്ട കേസാണ് എന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ചെക്ക് ചെയ്യാം, ക്രോസ് വെരിഫൈ ചെയ്യാം. നമുക്ക് ക്രോസ് വെരിഫൈ ചെയ്യാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ് ഫോർ പേയ്മെന്റ്. അത് ലെസ് ചെയ്തോ ഇല്ലയോ നമുക്ക് നോക്കാം. യെസ്, ലെസ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡന്റ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക്. യെസ്, ലെസ് ചെയ്തിട്ടുണ്ട്. ഡയറക്ട് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ ടു ദ ബാങ്ക്. യെസ്, ലെസ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആണ്. ചെക്ക് ഇഷ്യൂഡ് എബൌട്ട് നോട്ട് പെയ്ഡ് അറ്റ്. ഇത് ലെസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നമ്മൾ ഇവിടെ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തുമ്പോൾ ആഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതുപോലെ തിരിച്ചും. ഓക്കെ, നമുക്ക് നോക്കാം ക്യാഷ് ബുക്കിന് ബാലൻസ് നമ്മൾ എത്തുമല്ലേ, നമുക്ക് നോക്കാം. നമ്മൾ ഏത് ബാലൻസ് എത്തും നമുക്ക് നോക്കാം. യെസ്, നമ്മൾ എന്തിലെത്തി? ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ നമ്മൾ എത്തി. ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ നമ്മൾ എത്തി. ഓക്കെ ആണേ? മനസ്സിലാവോ കാര്യങ്ങള്? മനസ്സിലാവും, കുഴപ്പമൊന്നുമില്ല. മനസ്സിലാക്കാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ലോജിക് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷ ചോദിച്ചാൽ ഫുൾ മാർക്ക് മേടിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്രോസ് വെരിഫൈ ചെയ്യാം. ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ അല്ലെ ക്രോസ് വെരിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ കാണും. നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറെ കാര്യങ്ങൾ കൂട്ടി കുറെ കാര്യങ്ങൾ കുറച്ച് പാസ്ബുക്കിന്റെ ബാലൻസിൽ എത്തും.
എന്നിട്ട് നിങ്ങൾ തിരിച്ചു ചെയ്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിന്റെ ബാലൻസിന്റെ കൂടെ ക്യാഷ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ കൂട്ടിയും കൂട്ടിയ കാര്യങ്ങൾ കുറച്ച് നോക്കണം. അപ്പൊ തിരിച്ച് ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ എത്തുന്നതെന്ന് നോക്കണം. മീൻസ് നമ്മളിപ്പം ക്യാഷ് ബുക്കിന്റെ ബാലൻസിലാണ് നിൽക്കുന്നത്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അതിനൂടെ ഇത്രയാണ് കൂട്ടേണ്ട കാര്യങ്ങൾ എത്ര? 16,500. കുറയ്ക്കേണ്ട കാര്യങ്ങൾ എത്ര? 11,520. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 14,980. എന്ത്? ബാലൻസ് ആസ് പെർ പാസ്. ഇത് നമുക്ക് തിരിച്ചു ചെയ്യാം. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എത്ര രൂപ? 14,980. ഇതിന്റെ കൂടെ ഈ പറയുന്ന 11,520 രൂപ കൂട്ടി 11,520 രൂപ കൂട്ടി 16,500 രൂപ 16,500 രൂപ ലെസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എത്ര ആയിരിക്കണം? 10,000 ആയിരിക്കണം. മീൻസ് അതെന്തായിരിക്കണം? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിരിക്കണം. ഈ പറയുന്ന കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെരിഫൈ ചെയ്യാം വെദർ യു ഹാവ് റിട്ടൺ ദ കറക്റ്റ് ആൻസർ ഓർ നോട്ട്. നിങ്ങൾ ശരിയായിട്ടാണോ എഴുതിയത്, അല്ലയോ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ആ ഒരു ലോജിക് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ, കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ ബാങ്ക് റെക്കൺസിലിയേഷൻ. ഇത് ഇത്രയേ ചോദിക്കുള്ളൂ പറഞ്ഞ ചാപ്റ്ററിൽ. ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട്? ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണല്ലേ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എന്തിനെ പറ്റി പഠിക്കാം? ഫൈനൽ അക്കൗണ്ട്സ്, അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ചാകരയായ ഫൈനൽ അക്കൗണ്ട്സിനെ പറ്റി പഠിക്കാം. താങ്ക് യു.